നമ്മളെ ശ്രദ്ധയിൽ ഇങ്ങനൊരു സംഭവം പെട്ടത്. സോ നിങ്ങൾ ഇവിടെ വരുമ്പോൾ മാക്സിമം നമ്മളെ ബാംഗ്ലൂർ ഡേയ്സ് മൂവിയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് RJV ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ് കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കിങ്ങനെ ബാംഗ്ലൂർ പോയി വരാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ സമയം ഏകദേശം 2:30 ആയിട്ടുണ്ട്. നമുക്ക് 3:05 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഉള്ളത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടോ. അപ്പം നമ്മുടെ ബൈക്ക് ഇനി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വേണം പോയി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അൺപ്ലാൻഡ് ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് കൺഫേംഡ് ടിക്കറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ജനറൽ ടിക്കറ്റ് എടുത്തിട്ടാണ് യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷെ നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് കൺഫേംഡ് ടിക്കറ്റാണ് കിട്ടിയത്. അതായത് കറണ്ട് ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നു നമ്മൾ നോക്കിയ സമയത്ത്. ഇതാണ് 22638 വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഇത് മംഗലാപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് ഡെയിലി സർവീസ് നടത്തുന്ന ഒരു ട്രെയിൻ കേട്ടോ. ഇത് 3:05 നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്താം. കോഴിക്കോട് നിന്ന് ഡെയിലി 2 ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട് ബാംഗ്ലൂരിലേക്ക്. പക്ഷെ അതിൽ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഫില്ലായിരുന്നു, ബുക്കിംഗ് ഒക്കെ ഫില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പം കോയമ്പത്തൂർ പോയിട്ട് കോയമ്പത്തൂരിൽ നിന്ന് ബാംഗ്ലൂരിൽ പോകുന്നത്. നമ്മളിപ്പോൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ എത്താനായിട്ടോ. സമയം 7:30 ആയിട്ടുണ്ട്. ട്രെയിൻ ഇപ്പോൾ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുന്ന് എവിടെന്നെങ്കിലും ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമുക്ക് ഇനി അടുത്ത ട്രെയിൻ വരുന്നത് 8:50. അതുവരെ ഇവിടെ എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്യണം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയ സമയത്താണ് നമ്മളെ ശ്രദ്ധയിൽ ഇങ്ങനൊരു സംഭവം പെട്ടത്. ഇതാണ് നമ്മളെ തമിഴ്നാട് പോലീസ് മ്യൂസിയം. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ മ്യൂസിയം ഉള്ളത് കേട്ടോ. അപ്പോൾ കോയമ്പത്തൂരൊക്കെ വരുന്നവർ ഇതും കൂടി ഒന്ന് വിസിറ്റ് ചെയ്തോളൂ കേട്ടോ. സംഭവം അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ അടുത്ത ട്രെയിൻ കയറാൻ വേണ്ടി പോവുകയാണ്. സമയം ഇപ്പോൾ 8:42 ആയിട്ടുണ്ട്. ഈ കാണുന്ന വണ്ടിയല്ല കേട്ടോ നമുക്കിപ്പം കയറേണ്ടത്. ഇതാണ് 11014 മുംബൈ എക്സ്പ്രസ്. ഇതും അതുപോലെ തന്നെ ഡെയിലി ഓടുന്ന വണ്ടിയാണ്. ഇന്ന് ഞായറാഴ്ച ആയിട്ടും വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം സീറ്റുകളൊക്കെ ഒഴിവായിട്ട് തന്നെ കിടക്കുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ മൂവ് ആയി തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ മെജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നമുക്ക് ഈ വാക്ക് വേ കയറിയിട്ട് വേണം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ബാംഗ്ലൂരിലെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷൻ കേട്ടോ ഈ KSR ബാംഗ്ലൂർ. അങ്ങനെ റൂമൊക്കെ എടുത്ത് നമ്മൾ ഫ്രഷ് ആയിട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലുമൊക്കെ കഴിക്കണം.
ഇവിടെ തന്നെ കേട്ടോ നമുക്ക് മെട്രോ സ്റ്റേഷൻ ഉള്ളത്. നമ്മൾ മെയിനായിട്ട് മെട്രോ ആണ് യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്തായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ട്രാഫിക് ഉണ്ടാവില്ല, എക്സ്പെൻസ് വളരെ കുറവായിരിക്കും. സോ നിങ്ങൾ ഇവിടെ വരുമ്പോൾ മാക്സിമം മെട്രോ തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം. അങ്ങനെ ആദ്യം വന്നിട്ടുള്ളത് നമ്മൾ ഇന്ദിരാനഗറിലേക്ക് കേട്ടോ. ഇവിടെ ഒരുപാട് പബ്ബുകളും റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ ഷോപ്പിംഗ് സെൻറ്റേഴ്സും ഒക്കെ ഇവിടെ രണ്ട് സൈഡിലായിട്ടും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ പിന്നെ എടുത്തു പറഞ്ഞ ഒരു കാര്യം, ഇവിടെ നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ. ഇവിടുത്തെ റോഡുകളായാലും ഒക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ്. പിന്നെ നല്ലൊരു ക്ലൈമറ്റാണ്, എല്ലാം കൊണ്ടും കിടിലൻ വൈബ്. ഇന്ദിരാനഗറിൽ നേരെ നമ്മൾ വന്നത് MG റോഡിലേക്ക് കേട്ടോ. ഇവിടെ നിന്നൊക്കെയാണ് നമ്മളെ ബാംഗ്ലൂർ ഡേയ്സ് മൂവിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇന്നലെ MG റോഡ് എത്തിയപ്പോഴേക്കും മൊബൈൽ സ്വിച്ച് ഓഫ് ആയിപ്പോയി. അതാണ് പിന്നെ പെട്ടെന്ന് വീഡിയോ കട്ടായി പോയത്. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്. നമ്മളിപ്പോൾ ഉള്ളത് വിധാന സൗധയിലാട്ടോ. വിധാന സൗധേൻ്റെ അടുത്ത് തന്നെ നമുക്ക് മെട്രോ സ്റ്റേഷൻ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഭാഗത്തു നിന്നും നമുക്ക് മെട്രോ കയറിയിട്ട് വിധാന സൗധ കാണാൻ വേണ്ടി വരാൻ പറ്റും. അവിടെ നിന്ന് നേരെ നമ്മൾ വന്നത് ലാൽബാഗിലേക്കാട്ടോ. ഇതൊരു ബൊട്ടാണിക്കൽ ഗാർഡനാണ്. വളരെ കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ ഇവിടെ. അതുപോലെ തന്നെ ആൾക്കാരൊക്കെ വളരെ കുറവാണ്. എനിക്ക് പേഴ്സണലി എനിക്കിതൊരു ആവറേജ് പാർക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് നേരെ പോകുന്ന ബാംഗ്ലൂർ പാലസിലേക്കാണ്. ഇപ്പോൾ സമയം ഏകദേശം 5 മണി ആയിട്ടുണ്ട്. നമുക്ക് ചിലപ്പം അതിൻ്റെ ഉള്ളിലോട്ട് കയറാനുള്ള ടൈം ഉണ്ടാവില്ല. കാരണം നമുക്ക് ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. യശ്വന്തപൂർ ജംഗ്ഷനിൽ നിന്നാണ് നമുക്ക് ഇനി ട്രെയിൻ ഉള്ളത്. ഓൾറെഡി സ്ലീപ്പർ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ജനറൽ തന്നെ യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ നേരത്തെ പോയിട്ട് സീറ്റ് പിടിക്കാനാണ് പ്ലാന്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ പാലസ് എത്തിയിട്ടും ഇതാണ് നമ്മളെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.